ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. കൊണ്ടുവന്നില്ല. അപ്പൊ നമ്മള് കല്യാണത്തിന് ശേഷം ഇപ്പൊ കാണുന്നല്ലേ മാമ? എനിക്ക് എന്തെങ്കിലും മാറ്റമുണ്ടോ? ഹലോ, അപ്പോ ഇന്ന് നമ്മുടെ കുഞ്ഞുമണിയുടെ ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. കുഞ്ഞുമണിയുടെ ബർത്ത്ഡേ ആയിട്ട് നമ്മള് ഇന്ന് രാവിലെ എണീറ്റ് പല്ലേച്ചില്ലേ ചീരു? പല്ലേച്ചാ? ചീരു ഒക്കെ പല്ലേച്ച്. സുന്ദരി പല്ലേച്ചാ? സുന്ദരി പല്ലേച്ചാണ്. ഞാനും പല്ലേച്ചത്. പല്ലേക്ക് അതാ സുന്ദരിയുടെ അമ്മ അവിടെ നിന്ന് കറങ്ങുന്നുണ്ട്. പെട്ടെന്ന് പല്ലേക്കി. അപ്പൊ ഇന്ന് നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷനും ബാക്കി കാര്യങ്ങളും നമ്മൾ വ്ളോഗിൽ കാണാൻ പോകുന്നത്. ഓക്കെ, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ ടു യു. എൻ്റെ ഗൈസ് അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് ഇപ്പം ഡ്രസ്സ് സെലക്ഷൻ്റെ പരിപാടി നടക്കുകയാണ്. എന്ത് ഡ്രസ്സ് ഇന്ന് ബർത്ത്ഡേ ഫംഗ്ഷൻ കിട്ടും, ആ ഒരു സെലക്ഷനാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സെലക്ഷൻ പ്രോസസ്. ഒരു ഹായ് പറയൂടി. ഇതാണ് മേക്കപ്പ് ഇടാത്ത കോലം. ഇതാണ് ശരിക്കും ഞാൻ കാണുന്ന കോലം. നമ്മളിതാ ഇവിടെ വീട്ടിൽ ക്ലീനിങ് പരിപാടിയായിട്ട് എല്ലാം ഏകദേശം സെറ്റാക്കി. ഞാൻ ഇവിടെ ഈ ഒരു സൈഡ് ഫുള്ള് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞുമണി നമ്മളെ കാറിൻ്റെ അകത്തിരുന്ന് ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞുമണി ഹായ്, സേ ഹായ്. കുഞ്ഞുമണി ഇവിടെ പാട്ടൊക്കെ കളിക്കുന്നത്. ചീരുതാ അവിടെ ചീരുൻ്റെ വാൾ പെയിൻറ്റിങ് കഴിഞ്ഞിട്ട് അവിടെ കുറച്ച് ആപ്പിൾ പീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സുന്ദരി മതി. സുന്ദരി വണ്ടിയിൽ സൗണ്ട് ഇട്ട് അടുത്ത വീണ്ടും ഇതാക്കാൻ നോക്കുന്നു. പക്ഷെ ഞാൻ വണ്ടി ഓഫ് ചെയ്തോണ്ട് കേൾക്കുന്നില്ല. നിന്റെ അടുത്ത് ഞാൻ എന്തോ ഉണ്ടാക്കാൻ വന്നു. ഞാൻ നിന്റെ വീട്ടിനകത്ത് വന്നു. അപ്പൊ ഗൈസ്, ഞാനും ചീരും കൂടെ നമ്മൾ തൊട്ടടുത്ത കടയിലാണ് രാത്രിത്തേക്ക് ഫുഡ് പറഞ്ഞേക്കുന്നത്. അപ്പൊ അവിടെ പോയി നമ്മൾ കൺഫേം ചെയ്യാൻ പോകണം അല്ലേ ചീരു? യെസ്, നമ്മൾ ചിക്കൻ വാങ്ങിച്ചോണ്ടാണ് വരാൻ പോണത്. യെസ്. A few moments later. ഫ്ലാറ്റിൽ എത്തിക്കഴിഞ്ഞാൽ ഫസ്റ്റ് കാണുന്നത് നമ്മുടെ കുഞ്ഞുമണി. കൊണ്ടുവന്നില്ല. ഫുഡ് കൊണ്ടുവന്നില്ല. ബാ അച്ഛൻ്റെ അടുത്ത് ബാ. അച്ഛൻ സുന്ദരി വാ. നമ്മളിപ്പോ പോകുന്നത് എന്റെ അങ്കിൾ റാസൽ ഖൈമയിൽ നിന്ന് ദുബായിലോട്ട് വന്നിട്ടുണ്ട്. അപ്പൊ മാമനെ പിക്ക് ചെയ്യാനായിട്ട്, മാമന് നമ്മൾ അവിടെ ചെന്ന് പിക്ക് ചെയ്താലേ മാമൻ വരുവാന്ന് പറയുന്നത്. അങ്ങനെ മാമനെ പിക്ക് ചെയ്യാനായിട്ട് നമ്മൾ താഴെ ഫ്ലാറ്റിന് താഴെ എത്തിയിരിക്കുകയാണ്. ഓക്കെ ഗായ്സ്, അങ്ങനെ മാമൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ മാമനെ നമ്മൾ സ്പോട്ട് ചെയ്തിട്ടുണ്ടോ? മാമൻ വന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ. ഇതാണ് എൻ്റെ അങ്കിൾ. മാമൻ ഹായ് പറഞ്ഞു. ഹായ്. വാ ശരി വാ. ഇതാണ് എൻ്റെ മാമൻ. റാസൽ ഖൈമയിൽ വെച്ച് ദുബായിൽ വെച്ച് മീറ്റ് ചെയ്തിട്ടുണ്ട്. ചീനു ഹായ് പറ. അപ്പാപ്പൻ. ഇതാ ചീനുവിൻ്റെ അപ്പാപ്പനാണത്. അപ്പൊ നമ്മള് കല്യാണത്തിന് ശേഷം ഇപ്പൊ കാണുന്നല്ലേ മാമ? എനിക്ക് എന്തെങ്കിലും മാറ്റമുണ്ടോ? പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നില്ല. ഇത് ഭയങ്കര ഫോർമലായിട്ട് സംസാരിക്കുന്നത്. ചീനുവിന് എന്ത് ഗിഫ്റ്റ് കിട്ടിയത്? എന്ത് കിട്ടി? ചോക്ലേറ്റാ? ചോക്ലേറ്റ് കാണിച്ചോളൂ. അങ്ങനെ നമ്മളെ വീടെത്തി. അതേറെ അല്ല, തമിഴ് ഹാഫ് മലയാളി ഹാഫ് മലയാളി ഹാഫ് തമിഴ്. ബെല്ലടിച്ചാ? ഹായ് സുന്ദരി. അപ്പാപ്പ അപ്പാപ്പ നോക്കി അതിനകത്ത് എന്തായാലും
വേണ്ടേ വേണ്ടേ അങ്ങനെ കേക്ക് കട്ടിങ്ങിന് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് നമ്മളെല്ലാവരും പതിയെ പതിയെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓഫീസിൽ നിന്ന് വരെയുള്ള ടീംസ് ഇനിയും ബാക്കിയുള്ളതുകൊണ്ട് അവർ വന്നിട്ട് കേക്ക് കട്ടിങ് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. ഇവിടെ നമ്മൾ അടുത്ത പോകുന്നത് ഫുഡ് കഴിക്കാനാണ്. ആദ്യം പറഞ്ഞ വീടിനടുത്തുള്ള റെസ്റ്റോറൻറ്റിന് പകരം വേറൊരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ആകെ ഒരു 10-12 പേര് മാത്രമുള്ള ചെറിയൊരു ഫംഗ്ഷൻ ആയിരുന്നു ബർത്ത്ഡേ. അതുകൊണ്ടാണ് റെസ്റ്റോറൻറ്റിൽ പോകുന്നതാണ് നല്ലതെന്ന് നമ്മൾ വിചാരിച്ചത്. നമ്മൾ ഈ 5 പേരും കൂടെ ഒരുമിച്ചാണ് ഒരു വണ്ടിയിൽ പോകുന്നത്. ബാക്കിയുള്ള ആൾക്കാർ ഓൾറെഡി താഴെ എത്തിയിട്ടുണ്ട്. ചില ആൾക്കാർ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കുഞ്ഞുമണിയും ഫുഡ് കഴിക്കാൻ റെഡിയായി നിൽക്കുകയാണ്. ഇതാണ് ഗൈസ് ദുബായിയുടെ ഔട്ട്സ്കേർട്സിലുള്ള വീക്കെൻഡ് തിരക്ക്. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ നല്ല ബിസി ആയിരുന്നു റോഡ്. അങ്ങനെ ട്രാഫിക് കിടന്ന് ഒരുവിധം നമ്മൾ നമ്മുടെ റെസ്റ്റോറൻറ്റിൽ എത്തിപ്പെട്ടു. ദുബായിൽ തന്നെയുള്ള നെയ്ച്ചോറട എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലാണ് നമ്മളിന്ന് വന്നത്. ഇവിടെ പല വെറൈറ്റി ഓഫ് നെയ്ച്ചോറും അതിനൊത്ത കറികളുമുള്ള ഒരു കിട്ടില്ല സ്പോട്ട് തന്നെയാണ്. ചിക്കുച്ചേട്ടനും എബിൾച്ചേട്ടനും ചേർന്ന് ഫുഡ് ഓർഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ ഫുഡാണ് പറഞ്ഞതെന്ന് നമുക്ക് ഉടനെ തന്നെ കാണാം. കുഞ്ഞുമണിക്ക് അവിടെ നിന്ന് ഒരു ഹൈ ചെയർ സെറ്റ് ചെയ്ത് അവളുടെ ഫേവറേറ്റ് എല്ലാ കിച്ചനും പതിയെ കൊടുത്തു തുടങ്ങി. കാരണം ഇനിയും വെയിറ്റ് ചെയ്താൽ ചിലപ്പോൾ പുള്ളിക്കാരിയുടെ മൂഡ് അങ്ങ് ചേഞ്ച് ആവും. നമ്മൾ 6ാം മാസം തൊട്ട് കുഞ്ഞുമണിക്ക് സ്റ്റാർട്ട് ചെയ്തതാണ് ഈ എല്ലാസ് കിച്ചൻ. കുഞ്ഞുമണിയുടെ വൺ ഓഫ് ദ ഫേവറേറ്റ് ഫുഡ്സ് ആണ് ഈ എല്ലാസ് കിച്ചനിൽ വരുന്ന ഓരോരോ ഫുഡ് പ്യൂരീസ്. പല പല ഫ്ലേവേഴ്സ് ഉണ്ട്. അവളുടെ ഏറ്റവും ഫേവറേറ്റ് ഫ്ലേവർ ചിക്കൻ തന്നെയാണ്. ഫുഡിനുള്ള വെയിറ്റിംഗ് ടൈം നല്ല കൂടുതലായതുകൊണ്ട് തന്നെ എല്ലാവർക്കും ബോറടിച്ച് ലാസ്റ്റ് ഫോണിൽ തന്നെ ആയിരുന്നു. എന്ത് ചെയ്യാൻ, ഈ തലമുറയുടെ പോക്ക് എങ്ങോട്ടാണ്? എല്ലാവരും ഫോണിൽ തന്നെ. നമ്മൾ മാത്രം ഫോണിൻ്റെ അടുത്താവാതെ ഫുഡും കാത്ത് അങ്ങനെ തന്നെ ഇരുന്നു. ആൻഡ് ഫൈനലി കുറച്ച് നേരത്തെ കാത്തിരിപ്പിനൊടുവിലാണെങ്കിൽ നമ്മുടെ ഫുഡിങ് എത്തി. നമ്മൾ ഇവിടുത്തെ നെയ്ച്ചോറ് കോംബോയാണ് പറഞ്ഞേക്കുന്നത്. ഈ കോംബോയിൽ തന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. പക്ഷേ ഫുഡിൻ്റെ ടേസ്റ്റ് നമ്മുടെ മുഖം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അടിപൊളിയായിരുന്നു. അങ്ങനെ പതിയെ പതിയെ കുഞ്ഞുമണിക്ക് ഫുഡ് കൊടുത്ത് നമ്മളെല്ലാവരും ഫുഡും കഴിച്ച് നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ അങ്ങ് അടിപൊളിയായിട്ട് കൺക്ലൂഡ് ചെയ്തു. അപ്പോൾ ഗൈസ് നമ്മൾ ബർത്ത്ഡേ ഫംഗ്ഷൻ അടിപൊളിയായിട്ട് ആഘോഷിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മാമന് തിരിച്ച് റാസൽ കൈമയിലോട്ട് പോകണം. അതുകൊണ്ട് നമ്മൾ മാമൻ്റെ വണ്ടിയിലാണ് വന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ ഇറങ്ങാമെന്ന് വിചാരിച്ച്. കുഞ്ഞുമണി ഉറങ്ങാറായി. നാളെ നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.